വെറുതെ ഇവള് കുറ്റക്കാരി എന്നുള്ളത് കോടതി തീരുമാനിച്ചു. പക്ഷേ ഗ്രീഷ്മയുടെ അമ്മയെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ ഹൈക്കോടതി പോകും. പിന്നെ എന്ത് വെറുതെ വിട്ടത്? അവളെ അമ്മയും കൂടെ ചേർന്നല്ലേ എല്ലാം ചെയ്തത്. അതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. അവളെ ശിക്ഷിച്ചു എന്നുള്ള അവളെ ശിക്ഷിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. സംസാരിക്കാൻ പറ്റില്ല. തെളിവില്ലെന്നാണോ ഇപ്പോൾ കോടതി പറയുന്നത്? അതുകൊണ്ടാണ് അവരെ വെറുതെ വിടുന്നതാണ് പറയുന്നത്. ഇത് ഗ്രീഷ്മയുടെ അമ്മയില്ലേ, സിന്ധുകുമാരി, അവളെയും വെറുതെ വിടരുതായിരുന്നു. അവർക്കും ശിക്ഷ കൊടുക്കണം, 3 പേർക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. 3 പേരും. ഞങ്ങൾ നാളത്തെ വിധി കഴിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കും. ഹൈക്കോടതി പോകാൻ പറ്റൂല്ലോ. നാളെ ഹൈക്കോടതി ഇവിടുത്തെ വിധി കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലോട്ട് പോകും. ഗ്രീഷ്മയും അമ്മാവനുമാണ് കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടത്തിൽ ശക്തമായി നിന്നിട്ടുണ്ട് കോടതി. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ. പക്ഷേ സിന്ധുവിൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും. അതിൻ്റെ കേസിൻ്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി. ഈ വിധിയിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ് ഗ്രീഷ്മ ചെയ്തതുകൊണ്ട്. പക്ഷെ അവളുടെ അമ്മ, ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയെ കൂടെ ശിക്ഷിക്കാത്ത ഒരു വിഷമമേ ഉള്ളൂ. അത് ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോകാൻ. കേട്ടില്ല. പരമാവധി ശിക്ഷ കൊടുക്കണം.